ചെയ്യാറുണ്ട്, ചെയ്തു. ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ച സ്ഥിതിക്ക് ഇനി ചെയ്യും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതുവരെ നടന്നിട്ടില്ല, പക്ഷെ ഇനിയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ് ചെയ്യുമെന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഭാവിയാണ് സൂചിപ്പിക്കുന്നത്. സോ ഭാവിനെ റെഫർ ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് വിൽ. വിൽ. ഓക്കെ. സോ ചെയ്യും എന്ന് വരുമ്പോൾ അത് വിൽ. ചെയ്യുക അറിയാലോ, ഡു ആണ്. സോ ചെയ്യും എന്ന് വരുത്താൻ നമ്മൾ വിൽ ഡു എന്ന് എഴുതിയാൽ മതി. അതുപോലെ ചെയ്യില്ല എന്നാണെന്നുണ്ടെങ്കിലോ സിമ്പിൾ ആണ്. വില്ലിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക, ഡു എഴുതുക. ഇത് തന്നെ നമുക്ക് വോണ്ട് ഡു എന്ന് പറയാം. സോ കൺവീനിയൻസിന് നമ്മൾ വോണ്ട് ഡു എന്നായിരിക്കും ഇനി യൂസ് ചെയ്യുന്നത്. ഇനി ചെയ്യുമോ എന്ന് ചോദിക്കാനും നമുക്ക് വില്ല് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ വിൽ തുടക്കത്തിലായിരിക്കും, സെൻറ്റൻസിൻ്റെ തുടക്കത്തിലായിരിക്കും നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. അതുപോലെ ചെയ്യില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ലേ എന്ന് ചോദിക്കാനും നമുക്ക് വോണ്ട് യൂസ് ചെയ്യാം. അതും സെൻറ്റൻസിൻ്റെ തുടക്കത്തിലായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഓരോ സബ്ജക്ട്സിനെ വെച്ചിട്ട് ഈ സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. ആദ്യം എനിക്കറിയേണ്ടത് ചെയ്യുമെന്ന് തന്നെയാണ്. ചെയ്യും. ആര് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ഞാൻ ചെയ്യുമെന്നാണ് പറയേണ്ടതെന്ന് വിചാരിക്കുക. ഞാൻ ചെയ്യും. അപ്പം ചെയ്യും നമ്മളിപ്പോൾ പഠിച്ചു, വിൽ ഡു ആണ്. അപ്പം ഞാൻ ഐ. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്ന് പറയണമെങ്കിൽ ഞാൻ ഐ വിൽ ഡു എന്ന് പറഞ്ഞാൽ മതി. മൂവിങ് ഓൺ. അടുത്ത സബ്ജക്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യും എന്നാണ് എനിക്കിവിടെ വരേണ്ടത്. ഓക്കെ. നിങ്ങൾ അല്ലെങ്കിൽ നീ ചെയ്യും, അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെയുള്ള ഒരു സമയങ്ങളിൽ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പം നമുക്ക് യു വിൽ ഡു. വിൽ ഡു ചെയ്യും, യു വിൽ ഡു എന്ന് പറഞ്ഞാൽ മതി. മൂവിങ് ഓൺ. ഇതുപോലെ തന്നെ ഇപ്പം ഞങ്ങളായിക്കോട്ടെ, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? വി അല്ലേ. ഞങ്ങൾ ചെയ്യും, നമ്മൾ ചെയ്യും ഒക്കെ വി വിൽ ഡു. അതുപോലെ തന്നെ അവർ, അവൾ, അവൻ, ഇതേതായാലും ഇംഗ്ലീഷിൽ ചെയ്യും എന്ന് പറയണമെങ്കിൽ വിൽ ഡു ആഡ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ പഠിച്ച ഡൂവും ഡസിലും പഠിച്ചതുപോലത്തെ വേരിയേഷൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ. അപ്പം ഇവിടെ ദേ ആണെന്നുണ്ടെങ്കിലും ഹീ ആണെന്നുണ്ടെങ്കിലും ഷീ ആണെന്നുണ്ടെങ്കിലും ചെയ്യും എന്ന് പറയാൻ വിൽ ഡു നേരെ ചേർത്താൽ മതി. ഓക്കെ. സോ ഷീ വിൽ ഡു, ദേ വിൽ ഡു, ഹീ വിൽ ഡു, ഇങ്ങനെയൊക്കെ ആയിരിക്കും സെൻറ്റൻസ് വരുന്നത്. ഇനി ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഓരോ സബ്ജക്റ്റ് എടുത്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ചെയ്യില്ല, എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല അത് എന്നാണ് എനിക്ക് പറയേണ്ടതെങ്കിൽ ഞാൻ എങ്ങനെ പറയും? ചെയ്യില്ല വോണ്ട് ഡു ആണ്. ഞാൻ ഐ. സി ഇവിടെ ഈ വോണ്ട് വിൽ നോട്ടിൻ്റെ ഷോർട്ടാണ്. പറയുമ്പോഴും എഴുതുമെങ്കിലും എഴുതുന്ന സമയത്തും നമുക്ക് ഈ വോണ്ട് തന്നെ യൂസ് ചെയ്യാം. വിൽ നോട്ട് എന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം എന്നില്ല. ഓക്കെ. സോ ഞാൻ ചെയ്യില്ല, ഐ വോണ്ട് ഡു. സിമിലർലി ഞാനിപ്പോൾ തൽക്കാലം 1-2 സബ്ജക്ട്സ് മാത്രമേ ഞാൻ മാറ്റി നോക്കുന്നുള്ളൂ. നമുക്ക് ഓൾറെഡി നമ്മളുടെ പ്രീവിയസ് വീഡിയോയിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ നമ്മൾ പഠിച്ചതാണല്ലോ. എല്ലാ സബ്ജക്റ്റിനെയും എങ്ങനെയാണ് പറയേണ്ടത്, അവളായാലും അവനായാലും എങ്ങനെയാണ് പറയേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കിയാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. സോ ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ അവൻ ഇടുവാണ്. അവൻ ചെയ്യില്ല എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പോഴും എനിക്ക് വോണ്ട് ടു വേണം, ചെയ്യില്ല എന്നാണല്ലോ. അവൻ എന്ന് വരുമ്പോൾ ഹി. ഇതുപോലെ ഇവിടെ ഇപ്പം ഞാൻ ഞങ്ങൾ എന്നിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പം എന്ത് വരും? വി വരും. അവൾ എന്നിട്ട് കൊടുത്താലും ഇവിടെ ഷീ വരും. അപ്പം അവൾ ചെയ്യില്ല, ഷീ വോണ്ട് ടു. ഞങ്ങൾ ചെയ്യില്ല, വി വോണ്ട് ടു. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇതിനൊക്കെ എങ്ങനെ വരുമെന്ന്. അതും നമ്മൾ നേരത്തെ പഠിച്ച അതേ പ്രോനൗൺ തന്നെ യൂസ് ചെയ്താൽ മതി. അത് ചെയ്യില്ല, ഇറ്റ് വോണ്ട് ടു. അത് അങ്ങനെ ചെയ്യില്ല. മേ ബി നമ്മൾ റെഫർ ചെയ്യുന്നൊരു പൂച്ചക്കുട്ടീനെ ആയിരിക്കാം. അത് കട്ട് തിന്നുവോ എന്നുള്ള ആശങ്ക പറയുന്ന ഒരാളോട് നമ്മൾ പറയും ഇല്ല അതങ്ങനെ ചെയ്യില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കാം നമ്മളിത് പറയുന്നത്. ഓക്കെ. സോ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് എക്സാമ്പിൾസ് നോക്കിയാലും സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. മൂവിങ് ഓൺ. ഓക്കെ. നമ്മൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പോവാണ്. ചെയ്യുമോ എന്നാണ് ഇവിടെ കിടക്കുന്നത്. എനിക്കിപ്പം ആരെയാണ് നമ്മൾ ചൂസ് ചെയ്യാം? നീ തന്നെ ആയിക്കോട്ടെ. നീ ചെയ്യുമോ? നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോടും ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ, നീ ചെയ്യുമോ, നിങ്ങളത് എനിക്ക് വേണ്ടി ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ചെയ്യുമോ എന്ന് ചോദിക്കണമെങ്കിൽ വില്ല് വേണം, വിൽ ഡു വേണം. വിൽ ഡു ചെയ്യും. അതുപോലെ നീ ചെയ്യുമോ എന്ന് വരുന്നെങ്കിൽ വിൽ
യു ഡു. ഈ ഒരു ഫോമിലായിരിക്കും സെന്റൻസ് നിങ്ങൾ ഫ്രെയിം ചെയ്യേണ്ടത്. ഓക്കെ, വിൽ യു ഡു. ഇനി ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ഒന്ന് മാറ്റി കൊടുത്ത് നോക്കുകയാണ്. അവൾ ചെയ്യുമോ, അവൾ അതൊക്കെ ചെയ്യുമോ? എനിക്ക് കോൺഫിഡൻസ് കുറവാണ്, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അവൾ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? വിൽ ഷീ ഡു. ഈ ഒരു സ്ട്രക്ചർ മറന്നു പോകാതിരിക്കുക. അതുപോലെ ഇനി അടുത്തത്, അവരത് ചെയ്യുമോ അല്ലെങ്കിൽ അവർ ചെയ്യുമോ, അവർ ഉത്തരവാദിത്തത്തോടെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? ആ സാഹചര്യങ്ങളിൽ എങ്ങനെ ചോദിക്കും? അവർ ചെയ്യുമോ? വിൽ ദേ ഡു. ഓക്കെ, വിൽ ദേ ഡു, വിൽ ഹീ ഡു, വിൽ റാം ഡു, വിൽ രാഹുൽ ഡു. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളാണ്, പേരിട്ടുള്ള എക്സാമ്പിൾ. ഞാനിപ്പോൾ ഇവിടെ രാഹുലിന് എഴുതുവാണ്, നമ്മളുടെ സ്ഥിരം കഥാപാത്രം രാഹുലിനെ തന്നെ എഴുതുകയാണ്. സോ രാഹുൽ അത് ചെയ്യുമോ, രാഹുൽ ചെയ്യുമോ എന്നാണ് എനിക്ക് അറിയേണ്ടതെങ്കിൽ വിൽ രാഹുൽ ഡു എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഭാഗം ഓർത്തിരുന്നാൽ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാനും ഉത്തരങ്ങൾ പറയാനും, ചെയ്യും ചെയ്യില്ല എന്നൊക്കെ പറയാനും സിമ്പിളായിരിക്കും. ഇനി നമുക്ക് നെഗറ്റീവ് രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. അപ്പം നമുക്കറിയാം, ചെയ്യില്ല എന്ന് പറയാൻ വോണ്ട് യൂസ് ചെയ്തു, ചെയ്യില്ലേ എന്ന് ചോദിക്കാനും വോണ്ട് തന്നെ യൂസ് ചെയ്യാം. നീ ചെയ്യില്ലേ, നീ അതെനിക്ക് വേണ്ടി ചെയ്യില്ലേ എന്നൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ എത്രയോ തവണ ചോദിക്കുന്ന അല്ലേ? നീ ചെയ്യില്ലേ. അപ്പം എങ്ങനെയാണ് ചോദിക്കുക? വോണ്ട് യു ഡു, വോണ്ട് യു ഡു. ഓക്കെ, ഇനി അവർ ചെയ്യില്ലേ എന്നാന്ന് വിചാരിക്കുക, അവരത് ചെയ്യില്ലേ. അപ്പം വോണ്ട് ദേ ഡു. ഇവിടെ വിൽ നോട്ട് ദേ ഡു എന്നൊക്കെ ഉള്ള രീതിയിൽ എഴുതാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആവും. സോ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഇങ്ങനത്തെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അത് നെഗറ്റീവ് ഫോമിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വോണ്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സോ വോണ്ട് ദേ ഡു. ഇനി അവൾ ചെയ്യില്ലേ എന്നാന്ന് വിചാരിക്കുക. ഓക്കെ, അവൾക്ക് പകരം നമുക്കൊരു പേര് തന്നെ ഇട്ട് നോക്കാം, ടീന. ഓക്കെ, ടീന ചെയ്യില്ലേ എന്നാന്ന് വിചാരിക്കുക. അപ്പം അഗൈൻ ക്വസ്റ്റ്യൻ ബിക്കംസ് വോണ്ട് ടീന ഡു. ഇവിടെ ടീന ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്താ പിന്നെ ഡസ് ഇട്ടേക്കാം, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ഹീ, ഷീ, ഇറ്റ്, ഇതിൻ്റെ എല്ലാം കൂടെ ചെയ്യും, ഫ്യൂച്ചറിലെ കാര്യം റെഫർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വിൽ ഇട്ടാൽ മാത്രം മതി. അങ്ങനെ അത് കറക്റ്റായിട്ട് പൊക്കോളും. പിന്നെ അതിനകത്ത് ഡുവോ ഡസോ എന്നുള്ള കൺഫ്യൂഷൻസ് വേണ്ട. ഓക്കെ, അപ്പം ഇത് ബേസിക് ഒരു സ്ട്രക്ചറാണ്, ഇത് മനസ്സിലായി. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് പോകാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് സാഹചര്യം അനുസരിച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇത്രയും നേരം നമ്മൾ ചെയ്യും എന്ന് പറയാൻ വേണ്ടി വിൽ ഡു ആണ് യൂസ് ചെയ്തത് അല്ലേ? വിൽ ഡു. ഇനി എന്ത് ചെയ്യും എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൽ ഡു എന്ന് പറഞ്ഞിട്ടാണോ ആ ഒരു ആക്ഷൻ എടുത്ത് എഴുതേണ്ടത്? അല്ല. ഇപ്പൊ വിൽ, ഈ ഒരു സെന്റൻസ് നോക്കി അറിയാം, സഹായിക്കും എന്നാണ്. സഹായിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹെൽപ്പ്. അപ്പം സഹായിക്കും എന്ന് വരാൻ നമ്മൾ വിൽ ഡു പ്ലസ് ഹെൽപ്പ് എന്ന് നീട്ടി വലിച്ച് എഴുതണ്ട. ഇൻസ്റ്റെഡ് വിൽ ഹെൽപ്പ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. സോ അവർ സഹായിക്കും എന്നാണ്, സോറി അവൾ സഹായിക്കും എന്നാണ്. നമുക്കറിയാം അവൾ എങ്ങനെ എഴുതേണ്ടതെന്ന്, ഷീ. അപ്പൊ സഹായിക്കും, നേരത്തെ പറഞ്ഞ പോലെ ഷീ വിൽ ഹെൽപ്പ്. ഓക്കെ, മൂവിങ് ഓൺ. ഇവാൻ നിന്നെ വിളിക്കും. അടുത്ത സെന്റൻസിലെ താരം ഇവാൻ ആണ്. ഇവാൻ എന്ത് ചെയ്യും എന്നാ പറഞ്ഞേക്കുന്നത്? വിളിക്കും, ഫോണിൽ വിളിക്കും എന്നാണ് കേട്ടോ. അപ്പം വിളിക്കും എന്ന് പറഞ്ഞെങ്കിൽ വിൽ, വിളിക്കുക, കോൾ. ഓക്കെ, ഇവാൻ വിൽ കോൾ. ഇവാൻ വിൽ കോൾ എന്ന് പറഞ്ഞ ഈ ഒരു സെന്റൻസിന്റെ പൂർണ്ണ അർത്ഥം അവിടെ വന്നു ഇല്ല. ആരെ വിളിക്കും എന്നാ പറഞ്ഞേക്കുന്നേ? നിന്നെ. അതുകൊണ്ട് നിന്നെ എന്ന് മീൻ ചെയ്യാൻ നമ്മൾ യു എന്ന് അവിടെ എഴുതി. സോ ഇവാൻ വിൽ കോൾ യു, ഇവാൻ നിന്നെ വിളിക്കും. അടുത്തത് നോക്കിക്കേ, അവർ ഉടനെ എത്തും. അവർ, ദേ. ഇനി ഇവിടെ ആക്ഷൻ ഏതാ? എത്തും. എത്തുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ അറൈവ് എന്ന് പറയാം. ഓക്കെ, എത്തുക, അറൈവ്, എത്തും എന്നാണ്. സോ ദേ വിൽ അറൈവ്, ദേ വിൽ അറൈവ്. അവിടെ അഗൈൻ അവർ ഉടനെ എത്തും എന്നാണ് കിടക്കുന്നത്. സോ അവർ ഉടനെ, പെട്ടെന്ന് തന്നെ അവർ എത്തും എന്ന് പറയണമെങ്കിൽ നമുക്ക് സൂൺ എന്നൊരു വാക്കും കൂടി ചേർത്ത് കൊടുത്താൽ മതി. സോ ദേ വിൽ അറൈവ് സൂൺ, അവർ ഉടനെ എത്തും അല്ലെങ്കിൽ എത്തിച്ചേരും എന്നൊക്കെ തന്നെയാണ് മീൻ ചെയ്യുന്നത്. അപ്പം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് സെന്റൻസുകൾ ഫ്രെയിം ചെയ്ത് നോക്കാം. അവൾക്ക് ആ ജോലി കിട്ടില്ല. ഓക്കെ, ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി നമുക്ക് ഭയങ്കര ഉറപ്പുണ്ട് അത് കിട്ടത്തില്ല എന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കേട്ടോ നമ്മൾ വോണ്ടും വില്ലും ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അവൾക്ക് ആ ജോലി കിട്ടില്ല. അവൾക്ക്, ഷീ. കിട്ടില്ല, കിട്ടുക,
ഗെറ്റ്. കിട്ടില്ല, വില്ല് മാത്രം എഴുതിയാൽ മതിയോ? ഇല്ല, ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ വിൽ നോട്ട്. എന്താ കിട്ടാത്തത്? ദ ജോബ്. ആ ജോലി എന്ന് വന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും ഒരേപോലെ എന്തിനെ പറ്റിയാണ് റെഫർ ചെയ്യുന്നത്, ഏത് ജോലിയെ പറ്റിയാണ് റെഫർ ചെയ്യുന്നത് മനസ്സിലാവും എന്നുള്ള സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന ജോലി എന്ന് മീൻ ചെയ്യാൻ വേണ്ടി. സോ ആ ജോലി അവൾക്ക് കിട്ടത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഷീ വിൽ നോട്ട് ഗെറ്റ് ദ ജോബ്. ഇനി വിൽ നോട്ട് ഇവിടെ ഇങ്ങനെ എഴുതണ്ട, വോണ്ട് എന്ന് പറഞ്ഞാൽ മതി. സോ ദ സെന്റൻസ് ബിക്കംസ് ഷീ വോണ്ട് ഗെറ്റ് ദ ജോബ്. സിമിലർലി അടുത്ത സെന്റൻസ് നോക്കിക്കേ. അവൻ എക്സാം പാസ്സാകില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് വിൽ നോട്ട് യൂസ് ചെയ്യാം. അതേസമയം അവൻ എക്സാം പാസ് ആകില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽ നോട്ട് അല്ല കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അതൊക്കെ നമുക്ക് ഇനി പഠിക്കാം കേട്ടോ. സോ അവൻ ഹി പാസ് ആകില്ല. അതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുക? പാസ് തന്നെ നമുക്ക് പറയാം. പാസ് എന്ത്? പാസ് ദി എക്സാം. എന്താണ് പാസ് ആവുക? എക്സാം. ഓക്കെ, എന്ത് പാസ് ആകില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഹി വോണ്ട് വേണം, കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഹി വോണ്ട് പാസ് ദി എക്സാം. ഇനി പാസിന് പകരം നമ്മൾ എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളൊരു രീതിയിൽ നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ക്ലിയർ ദി എക്സാം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഹി വിൽ നോട്ട് ക്ലിയർ ദ എക്സാം, അല്ലെങ്കിൽ ഹി വോണ്ട് ക്ലിയർ ദ ടെസ്റ്റ് എക്സാം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, മൂവിങ് ഓൺ. ഞങ്ങൾ വരില്ല. ഞങ്ങൾ വരുന്നില്ല. ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുറത്ത് മൂവി കാണാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തപ്പം നമ്മൾ ഉറപ്പായിട്ട് പറയുന്നു ഞങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വരില്ല എന്നാണ് പറയുന്നതെങ്കിൽ വി വോണ്ട് കം. വരിക, കം. വോണ്ട് കം, വരില്ല. ഞങ്ങൾ വരില്ല, വി വോണ്ട് കം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നീ പോകുമോ? പോകുക ഇംഗ്ലീഷ് എന്താ? ഗോ. പോകുമോ എന്ന് വരണമെങ്കിൽ വിൽ. ആര് പോകുമോ? യു ഗോ. വിൽ യു ഗോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നീ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വിൽ യു ഡു എന്നല്ലേ എഴുതിയത്, അതെന്താ പിന്നെ ഡു ഇവിടെ എഴുതാത്തതെന്ന് ഓർക്കുന്നുണ്ടാവും. അത് ചെയ്യുക എന്നായിരുന്നു അവിടുത്തെ പ്രവൃത്തി വരുന്നത്. ഇവിടെ പോകുമോ എന്ന് ഏതാണോ പ്രവൃത്തി അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ പിന്നെ ഡു എഴുതേണ്ട കാര്യമില്ല. പകരം എന്താണോ ആക്ഷൻ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ചേർത്ത സെൻറ്റൻസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നീ പോകുമോ? വിൽ യു ഗോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവൾ ഇവിടെ നിൽക്കുമോ? ഈ നിൽക്കുമോ എന്നുള്ളത് താമസിക്കുമോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് വരുന്നത് സ്റ്റേ എന്നാണ് കേട്ടോ. അപ്പം അവൾ ഇവിടെ നിൽക്കുമോ? ഷീ സ്റ്റേ. അവൾ നിൽക്കുമോ എന്ന് ചോദ്യം വരുമ്പോൾ വിൽ ഷീ സ്റ്റേ എന്ന് വരും. ഇനി എവിടെയാണ് നിൽക്കുന്നതെന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ. ഇവിടെ എന്ന് മീൻ ചെയ്യാൻ ഹിയർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ വിൽ ഷീ സ്റ്റേ ഹിയർ? ക്വസ്റ്റ്യൻ, അവൾ ഇവിടെ നിൽക്കുമോ? ഇനി രാഖി എന്നോട് സംസാരിക്കുമോ? രാഖി എന്നുള്ളത് പേരാണ്. ഓക്കെ, സോ രാഖി എന്നോട് സംസാരിക്കുമോ എന്നാണ്. സംസാരിക്കുമോ എന്നുള്ളത് ടോക്ക് ടു മീ എന്നുള്ള രീതിയിൽ, അതായത് ഒരു കോൺവെർസേഷൻ അവിടെ ഉണ്ടാകുമോ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ എന്നോട് സംസാരിക്കുമോ? ടോക്ക് ടു മീ. സംസാരിക്കുമോ എന്ന് വരുന്നതുകൊണ്ട് വില്ല് വരും. ആരാണ്? രാഖി. സോ വിൽ രാഖി ടോക്ക് ടു മീ? രാഖി എന്നോട് സംസാരിക്കുമോ? സോ ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം എന്ന് പഠിക്കാം. ഇപ്പോൾ പോകുമോ എന്നുള്ളത് പോകില്ലേ എന്നാണ് ചോദിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവർ ഇപ്പോൾ പോകില്ലേ? ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, പോകില്ലേ എന്ന്. സോ ഇൻ ദാറ്റ് കേസ് അവർ ഇപ്പോൾ പോകില്ലേ? അവർ, ദേ. പോകുക, ഗോ. പോകില്ലേ എന്ന് വരുമ്പോൾ വോണ്ട്. വോണ്ട് ദേ ഗോ എന്ന് വരും. വോണ്ട് ദേ ഗോ ഇപ്പോൾ, നൗ. വോണ്ട് ദേ ഗോ നൗ? അവരിപ്പോൾ ഇറങ്ങില്ലേ അല്ലെങ്കിൽ പോവില്ലേ? നീ ഇന്ന് പെർഫോം ചെയ്യില്ലേ? അഗൈൻ, നീ പെർഫോം ചെയ്യില്ലേ എന്ന് വരാൻ വോണ്ട് യു പെർഫോം. ഇന്ന് എന്നാണ് ടുഡേ. ഇനി ഇന്ന് രാത്രി എന്നാണെങ്കിലോ, ഇന്ന് രാത്രിയുള്ള ഫംഗ്ഷനിൽ പെർഫോം ചെയ്യില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ടുഡേ എന്ന് വരില്ല,
ഇൻസ്റ്റെഡ് ടുനൈറ്റ് എന്നാണ് കേട്ടോ. ഇന്ന് രാത്രി നീ പെർഫോം ചെയ്യില്ലേ എന്ന് ചോദിക്കാനാണെങ്കിൽ ടുനൈറ്റ്. അതല്ല ഇന്ന് പെർഫോം ചെയ്യില്ലേ എന്നാണെങ്കിൽ വോണ്ട് യു പെർഫോം ടുഡേ എന്ന് ചോദിക്കാം. മൂവിങ് ഓൺ. റിയ ജിമ്മിൽ പോകില്ലേ. സോ റിയ ഇസ് എ നെയിം. അപ്പം പോകാറില്ലേ നല്ല ചോദ്യം, അത് ഓർക്കുക. റെഗുലറായിട്ട് പോകുന്നില്ലേ എന്നല്ല, മേ ബി ഒരു അപ്പോയിൻമെൻറ്റ് ഫസ്റ്റ് ഡേ ജിമ്മിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്, അപ്പം നാളെ തൊട്ട് അവൾ പോകില്ലേ എന്നുള്ള മീനിങ്ങിലായിരിക്കാം ഈ ഒരു ചോദ്യം വരുന്നത്. സോ റിയ ജിമ്മിൽ പോകില്ലേ. വോണ്ട് റിയ ഗോ ടു ദ ജിം എന്ന് നമുക്ക് ചോദിക്കാം. ഇനി വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഗോ ടു ദ ജിമ്മിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫ്രേസ് ഉണ്ട്, ഹിറ്റ് ദ ജിം. ഹിറ്റ് ദ ജിം എന്ന് പറഞ്ഞാൽ ജിമ്മിനെ പോയി ഇടിക്കുക എന്നല്ല, ജിം പോകില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് വളരെ കാഷ്വൽ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. വോണ്ട് റിയ ഹിറ്റ് ദ ജിം ടുഡേ, അല്ലെങ്കിൽ വോണ്ട് റിയ ഹിറ്റ് ദ ജിം നെക്സ്റ്റ് വീക്ക് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അഗൈൻ ഈ ഹിറ്റ് ദ ജിം എന്നുള്ളത് ജിമ്മിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, മൂവീസ്, നമ്മൾ മൂവീസ് കാണാൻ പോകാറുണ്ട് അല്ലേ. സോ മൂവീസ് പോകാറുണ്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ പോകാറുണ്ട് എന്ന് പറയാനാണ് നമുക്ക് ഈ ഹിറ്റ് ദ യൂസ് ചെയ്യാം. ഹിറ്റ് ദ മൂവീസ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോകാറുണ്ട് എന്നൊക്കെയാണ്. പിന്നെ നമ്മളിപ്പം ഇൻ കേസ് നമ്മൾ തിയേറ്ററിൽ പോകുക എന്ന് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ തിയേറ്റർ എന്നാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിന് വേറൊരു മീനിങ് തന്നെ വരും. തിയേറ്ററിൽ നിന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നാടകമൊക്കെ നടക്കുന്ന സ്ഥലം എന്നാണ് യൂഷ്വലി ഇംഗ്ലീഷിൽ തിയേറ്ററിൽ നിന്ന് മാത്രം പറയുമ്പോൾ മീൻ ചെയ്യുന്നത്. അതല്ല മൂവി കാണാൻ വേണ്ടി മൂവി തിയേറ്ററിലാണ് പോകുന്നതെങ്കിൽ എടുത്ത് പറയാൻ മൂവി തിയേറ്ററിന് വേണേൽ പറയാം. ഇതല്ലാതെ വളരെ സിമ്പിളായിട്ട് മൂവീസ് എന്ന് പറഞ്ഞാലും മതി. സോ മൂവീസ് പോകുക, ഹിറ്റ് ദ മൂവീസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. സോ വളരെ സിമ്പിളായിട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയും ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യത്തെപ്പറ്റിയൊക്കെ ചോദിക്കാനും അതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ നമുക്ക് ഈ വില്ല് യൂസ് ചെയ്ത് പറ്റും. അപ്പോൾ ഇതുപോലുള്ള എക്സാമ്പിൾസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇട്ട് ചെയ്തില്ലേ, സബ്ജക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതുപോലെ ആക്ഷൻസ് മാറ്റിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ കുറേ പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഇതൊക്കെ നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്ലുവൻസ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പറ്റും. സോ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.